ഭൂമിയിലെ കണ്ടുപിടുത്തങ്ങൾ, തത്വജ്ഞാന ചിന്തകളുടെ വളർച്ച, ഫിലോസഫി, സൈക്കോളജി, ശാസ്ത്ര മേഖലകൾ ഇതെല്ലാം തന്നെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പണ്ട് കാലത്ത് മനുഷ്യന് തോന്നുന്നത് പോലെ കാട്ടിലും മേട്ടിലൊക്കെ ജീവിച്ചിരുന്നവർ പിന്നീട് മരം വെട്ടി അവർ വീട് വെച്ച് അങ്ങനെ ഒരു സോഷ്യലൈസേഷനിലേക്ക് വന്നു, അല്ലെ? ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം മനുഷ്യരുടെ നല്ല ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി തന്നെയാണ് പല കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് മതം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നു. ഇതെല്ലാം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ്. അതല്ലാതെ മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള സംഗതിയല്ല. ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക്, അനുഭവത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ നോർമലി എത്തില്ല. സാധാരണ മനുഷ്യന് നമ്മളെ എങ്ങനെ നോക്കി, ഇങ്ങനെയല്ല നോക്കത്തുള്ളൂ. മുകളിലേക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊന്നും പോരാതെ വരണം. അപ്പോൾ ജീവിതം അത്ര നല്ലതല്ലാതാകുമ്പോൾ, വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അറിയുമ്പോൾ ഒരു സഹായത്തിന് വേണ്ടിയാണ് ദൈവം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുക. അതായത് ബ്രെയിൻ എക്സ്ട്രീം പെയിനിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ നിന്ന് സഹായം വരും, എന്നെ ആര് സഹായിക്കും, അങ്ങനെ മനുഷ്യൻ്റെ ഈഗോ എല്ലാം നശിച്ച് മനുഷ്യന് അവനവനിൽ എവിടെയും സഹായമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ മനുഷ്യൻ ദൈവമേ, അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാവണം. ദൈവത്തിലേക്കല്ല, ഒരു അന്വേഷണം, സഹായത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം. മനുഷ്യൻ്റെ ഈഗോ ഇല്ലാത്ത അവസ്ഥയിലാണ് എളിമ എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവാനുഭവം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത്. അപ്പോഴാണ് ദൈവത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ, സാധാരണ ഏതൊരു മനുഷ്യനെയും ദൈവാനുഭവം എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനിക്കുമ്പോൾ മുതൽ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല അഴിച്ചുപണികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടല്ലേ. ഇപ്പം നമ്മൾ എത്ര പേര് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറേ പേര് ഇതൊക്കെ വളരെ പുച്ഛത്തോടു കൂടെ പരിഹസിക്കുന്നവരില്ലേ. റിലീജിയൻ ഇല്ലാത്തവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവരുണ്ട്, പൈശാചിക ശക്തികളിൽ വിശ്വാസമുള്ളവരുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളെ ഫിൽറ്റർ ചെയ്തെടുത്ത് ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി ജനിക്കുമ്പോൾ മുതൽ നമ്മളെ ഉപേക്ഷിച്ച് കളയാതെ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ കുടുംബാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ദൈവം നമ്മളെ ഒരു ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെത്തണം. ഒരു വ്യക്തിയുടെ വില എന്ന് പറയുന്നത് ഈശോയുടെ കാഴ്ചപ്പാട്, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ വില തന്നെയാണ്. അപ്പോൾ വിലയില്ലാത്തവനാണ് എന്നൊരു ചിന്ത ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യന് വളരെയധികം വിലയുണ്ട്. മനുഷ്യനെ സഹായിക്കാനാണ് ഈ സംവിധാനങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇനി മനുഷ്യനെ സഹായിക്കേണ്ട ഇതേ സംവിധാനങ്ങൾ തന്നെ ചിലപ്പോൾ മനുഷ്യന് ഉപദ്രവകരമായി മാറുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ അവസാനത്തെ പ്രതീക്ഷയാണ്. പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് അവസാനം ദൈവത്തിൽ മാത്രമേ ആശ്രയമുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തുന്ന മനുഷ്യന് ഈ ദൈവത്തിൻ്റെ സന്നിധിയുമായി ബന്ധപ്പെട്ട, ദൈവത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആന്തരിക മുറിവ് ആത്മീയത പറഞ്ഞു നടക്കുന്ന മനുഷ്യരിൽ നിന്നോ, ആത്മീയരെന്ന് സ്വയം അവകാശപ്പെടുന്നവരിൽ നിന്നോ, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്നോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തും. അത്തരം അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പേരിലുണ്ടാകുന്ന വേദനകൾ, ദൈവത്തിൻ്റെ ആണെന്ന് അവകാശപ്പെട്ട് വരുന്ന മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടാനുള്ള, അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അത് പിന്നീട് ദൈവവിശ്വാസത്തെ തന്നെ തകിടം മറിക്കാനായിട്ട് സാധിക്കും. അപ്പം ദൈവവിശ്വാസത്തിൽ അത് പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങളുണ്ട്. ആ ഒരു പരിശ്രമം, പിന്നെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ വ്യക്തിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി യേശുക്രിസ്തു പിന്നെയും കുരിശുമരിക്കാൻ തയ്യാറാണെന്നാണ് വിശുദ്ധരോട് പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മളെ വിലമതിക്കുന്ന ഒരു ആത്മാവാണ് നമ്മൾ. ആ ആത്മാവിനെ ദൈവത്തിൻ്റെ പേരിൽ തന്നെ വരുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഈ ആത്മാവ് നഷ്ടപ്പെടാനിടയായാൽ അത് ദൈവത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നു. പലതരം കാരണങ്ങളുണ്ട്. നമ്മൾക്ക് ഒരു ശുശ്രൂഷാ ജീവിതത്തിൽ നിന്നും കൃപ കുറഞ്ഞു കഴിഞ്ഞാലും ചിലർക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവർ അത് കുറേ ശീലമായിട്ടുണ്ടാവും. ഇതാണ് അവരുടെ ലൈഫ് സ്റ്റൈലായിട്ടുണ്ടാവും. ചിലർക്ക് കൃപ നഷ്ടപ്പെടുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ ശുശ്രൂഷയൊന്നും വിട്ടു നിൽക്കില്ല. പിന്നെ ഈ മനുഷ്യന്മാരുടെ അക്സെപ്റ്റൻസും അവർ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു ലഹരി പോലെ ആയിട്ട് അതും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. നമുക്ക് അധികാരമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ
രാഷ്ട്രീയത്തിലുള്ള ചിലർ അത് എത്ര പറ്റണില്ലെങ്കിലും ഉപേക്ഷിച്ച് പോകത്തില്ലല്ലോ. അതുപോലെയുള്ളൊരു ലഹരി അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു താല്പര്യം ആത്മീയതയുടെ സ്ഥാനത്ത് വലിയ ഉയർന്ന സ്ഥാനത്ത് നിന്നാൽ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് അവർ വേണ്ടെന്ന് വെച്ചേക്കാം. പക്ഷേ അവരിലൂടെ എന്തെങ്കിലും ഒരു പ്രലോഭനമോ അവരുടെ കൃപ കുറവ് കൊണ്ട് മനുഷ്യന് മനസ്സിലൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് എന്താ സംഭവിക്കുന്നത്? അവന് ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് കോട്ടം തട്ടുന്നത്. അതായത് എനിക്ക് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ കാരണം ഞാൻ ശുശ്രൂഷ ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ട് ദൈവനാമത്തിൽ ചെയ്തിട്ട് അത് തെറ്റായൊരു കാര്യമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ശരിയല്ല, മനുഷ്യജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ള മനുഷ്യരുടെ വിശ്വാസം അല്ല നഷ്ടപ്പെടുന്നത്, മറിച്ച് ദൈവത്തിലുള്ളവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുകയാണ്. അത് പക്ഷേ ഒരു പാകപ്പിഴയാണ്. അത് അങ്ങനെ ഉണ്ടാവരുത്. ഇപ്പോൾ ദേവാലയത്തിലേക്ക് വരണ്ട എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടെ വരരുത്, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു വിചാരിച്ചാൽ ദേവാലയം നമ്മുടെയാണ്, ദൈവം നമ്മുടെയാണ്. അപ്പോൾ വ്യക്തികൾ മീഡിയേറ്റേഴ്സിന് പറ്റുന്ന തെറ്റുകൊണ്ട് ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകാനായിട്ട് പാടില്ല. നിങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിക്കാനും അറിയാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിരിക്കുന്നു, അതിന് ചുറ്റും ഭക്തരായ വലിയ നല്ലവരായ കുറേ മനുഷ്യരിയ്ക്കുന്നു, അതിൻ്റെ കുറേ അകലെ മാറി കുറേ പാപികളായ മനുഷ്യരിയ്ക്കുന്നു, സാധാരണക്കാരിയ്ക്കുന്നു. ഇത് രാഷ്ട്രീയമൊന്നുമല്ല. അതായത് മിനിസ്ട്രി ഇരിക്കുന്നു, പോലീസുകാരിരിക്കുന്നു, പിന്നെ പണമുള്ളവനിരിക്കുന്നു, പിടിപാടുള്ളവനിരിക്കുന്നു, അതിൻ്റെ അടിയിൽ സാധാരണക്കാരിരിക്കുന്നു, ദരിദ്രരിയ്ക്കുന്നു, ജാതിയുടെ പേരിൽ വേർതിരിവ് അനുഭവിക്കുന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു സംവിധാനമല്ല സ്പിരിച്വാലിറ്റി. മറിച്ച് ഇവിടെ ബിഷപ്പിനും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട്. ഉദാഹരണം പറയാൻ വേണ്ടി പറയണേ, ഏറ്റവും പാവപ്പെട്ട കൂലിപ്പണിക്കാരനും ദൈവത്തിന് മുമ്പിൽ വിലയുണ്ട്. ഈ കൂലിപ്പണിക്കാരൻ്റെ ആത്മാവും അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനെയും ദൈവത്തിന് വളരെ വിലയോട് തന്നെയാണ് ദൈവം കാണുന്നത്. അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ അയോഗ്യയാണ് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തെ അറിയത്തില്ല, ഞാനൊരു സാധാരണക്കാരനല്ലേ, അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ഒന്നും നിന്നുകൊണ്ട് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. സാധാരണക്കാർക്കല്ലേ ദൈവത്തെ കൂടുതൽ വേണ്ടത്. സമ്പന്നനെ ഇപ്പം സമ്പന്നത നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവൻ അന്നത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ ദരിദ്രനെ സംബന്ധിച്ചുള്ള അന്നത്തിന് വേണ്ടിയുള്ള യാചനയിലും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം ഇല്ലാത്തവനും രോഗിക്കും പാപിക്കും കഴിവില്ലാത്തവനും ബലഹീനനും ഒക്കെയാണ് ദൈവത്തെ വേണ്ടത്. അപ്പം അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് നമ്മൾ ദൈവത്വമായിട്ട് ദൈവം നമ്മളെ കാണൂല, നമ്മളെ അനുഗ്രഹിക്കൂല, ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങളത് കേൾക്കാനായിട്ട് പോകരുത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം, അതായത് നിങ്ങളുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട്, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആത്മീയ മനുഷ്യനുമായി കൺസൾട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടായി, നിങ്ങൾ ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ എന്തുമാത്രം സ്നേഹത്തോടെയും കൊതിയോടെയുമാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ദൈവം. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് മാനസിക മുറിവുണ്ടാകുന്ന അനുഭവങ്ങൾ ഇതിലൂടെ ദൈവം അത് നിങ്ങൾക്ക് തരില്ല. ദൈവം ഒരിക്കലും ഒരാളെ മാനസികമായിട്ട് മുറിപ്പെടുത്തില്ല. അപ്പം നിങ്ങൾ പറയാം എനിക്ക് മുറിവുകളുണ്ടല്ലോ, അത് ദൈവം ചെയ്തതല്ല, ദൈവം നിങ്ങൾക്ക് അനുവദിച്ച സഹനമല്ല. ദൈവം മനുഷ്യനെ മുറിപ്പെടുത്തില്ല. കാരണം മാനസിക മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സുഖപ്പെടുത്തണമെങ്കിൽ വലിയ പരിശ്രമങ്ങൾ വേണ്ടി വരും. ഇപ്പം ഞാൻ സ്റ്റില്ലായ 7-8 വർഷമായി ഞാൻ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഹീലിംഗ് പ്രോസസ്സിലാണ് നിൽക്കുന്നത്. കാരണം അത് എളുപ്പമല്ല. മുറിവുണ്ടാകാൻ എളുപ്പമാണ്, സുഖപ്പെടുത്താൻ എളുപ്പമല്ല. മനുഷ്യൻ്റെ മനസ്സിനേറ്റ തിരിച്ചടികളെ സുഖപ്പെടുത്താൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും നിങ്ങളെ മാനസികമായിട്ട് മുറിപ്പെടുത്തില്ല. നിങ്ങൾക്ക് പശ്ചാത്താപം തരാം, അതായത് തെറ്റിപ്പോയതിനെ കുറിച്ചൊരു തിരിച്ചറിവ് തരുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകും. പക്ഷെ നിങ്ങളെ മാനസികമായിട്ട് തളർത്തില്ല. പിന്നെ നിങ്ങൾക്ക് രക്ഷ നിഷേധിക്കില്ല. അതായത് നിങ്ങൾ രക്ഷപ്പെടില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തിന് വേണ്ടെന്നോ അങ്ങനത്തെ ചിന്തയൊന്നും ദൈവത്തിൽ നിന്ന് വരില്ല. മാനസികമായ ഒരാളെ മുറിപ്പെടുത്തി കഴിഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടാണ് അത് ഉണങ്ങാനെന്ന് ദൈവത്തിനും അറിയാം. ബാക്കി അതങ്ങനെയാണ്. അതുകൊണ്ട് മാനസികമായൊരു മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ആത്മീയരെന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നോ അത്തരം ഇടങ്ങളിൽ നിന്നോ ഉണ്ടായാൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, അത് വ്യക്തികളുടെ പോരായ്മയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇതുപോലെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജീവന് പകരം കൊടുത്ത് നേടിയെടുക്കാൻ സന്നദ്ധനായി നിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് ദൈവം. അപ്പം അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും നമ്മളോട് പറയുവാണ് നിന്റെ പോക്ക് നാശത്തിലേക്കാണ്, സംഭവം ദൈവം ശിക്ഷിക്കുന്നില്ല ഒന്നിനെയും. ദൈവം ശിക്ഷിക്കുമെന്ന് പറയുന്നത് സംഭവിക്കാത്ത കാര്യം. ദൈവമല്ല ശിക്ഷിക്കുന്നത്.
മറിച്ച് നമ്മൾ ചെയ്ത പാപം തന്നെയാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ഒരു കാലിക ശിക്ഷയുണ്ട്. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ മോഷണം നടത്തിയത് ദൈവം ക്ഷമിച്ചാലും, ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സന്ധനം വന്ന് ദൈവം ക്ഷമിച്ചാലും മോഷണം ചെയ്ത ആളെ പോലീസ് പിടിക്കൂലേ? അതുപോലെ കാലികമായൊരു ശിക്ഷ ഉണ്ടാവുകയാണ്. പിന്നെ ദൈവം ചില മനുഷ്യർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അന്യായമായി വേദന സഹിക്കുക, ചിത്തപ്പേരുണ്ടാവുക, അന്യായമായി പീഡിപ്പിക്കപ്പെടുക, ഇങ്ങനെയുള്ള മനുഷ്യർക്ക് നീതി നടത്തി കൊടുക്കാൻ വേണ്ടി ദൈവം ഇടപെടുന്നത്, ശക്തമായിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വർഗം വിട്ട് ദൈവം ഇറങ്ങി വരുമെന്ന്. കാരണം അത്രയും ആ വ്യക്തിയെ ദൈവം പരിപാലിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ശത്രുവിൻ്റെ തല തകർത്തിട്ടൊന്നായിരിക്കുകയല്ല. പക്ഷെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നിട്ടാകാം, അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ കരം നമ്മളോട് തെറ്റ് ചെയ്ത മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ കരം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ എന്തെങ്കിലും വിഷമം കൊണ്ട് ഒരു കണ്ണുനീര് വീഴുവാണെങ്കിൽ ആ ദൈവത്തിന് പിന്നെ അവർക്കൊരു കടമുണ്ട്. പിന്നെ ദൈവത്തിന് അവരെ അനുഗ്രഹിക്കുന്നതിന് അത് തടസ്സമാകും. ഇപ്പം എന്നെ ഒരാൾ ദ്രോഹിച്ചു എന്ന് വിചാരിക്കുക, അയാൾ എന്നെ മാനസികം ഒത്തിരി എന്നോട് ദ്രോഹിച്ചു എന്ന് വിചാരിക്കുക. ആ പാപത്തിൻ്റെ കടം അയാളുടെ തലയ്ക്ക് മുകളിലുണ്ട്. അതുണ്ടാകുമ്പോൾ അയാൾ പിന്നെ പാപത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ദൈവത്തിന് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തരാനോ ഇതാക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം അയാൾ പാപം അയാളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ സ്വർഗത്തിൻ്റെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ചില സമയത്ത് ശക്തമായിട്ട് ഇടപഴകും. അത് ശത്രുവിൻ്റെ പതനമാകണമെന്നില്ല, ഒരു പക്ഷെ നമ്മുടെ ഉയർച്ചയാകാം. അപ്പോൾ ഒരിക്കലും ദൈവം നമ്മൾ ഉപേക്ഷിച്ച് കളയോ തള്ളിക്കളയോ ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ അവിടെ ആരെങ്കിലും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയോ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തോട് എനിക്ക് ബഹുമാനമാണ്. ഇപ്പോൾ ദൈവം എന്നെ ശാസിച്ചാൽ തന്നെയും എൻ്റെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാകാൻ തന്നെയും ദൈവമായിട്ടല്ല, ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് ഉണ്ടായാൽ തന്നെയും ദൈവം എന്നെ തിരുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്നെ ഉപേക്ഷിച്ച് കളയുകയല്ല, എന്നെ നശിപ്പിച്ച് കളയുകയല്ല. ദൈവം ഒരിക്കലും എങ്ങനെ ദൈവം നശിപ്പിക്കുന്നത്? ഒരു അപ്പൻ മക്കളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അങ്ങനെ ഒന്നും ചെയ്യൂല. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ വചനമറിയാത്ത മനുഷ്യരെ, സ്പിരിച്വാലിറ്റി അറിയാത്ത മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ അടിമകളാക്കി തന്നെ നിൽക്കണം. അതായത് നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ അല്ലെങ്കിൽ ഒരു തട്ടിലുള്ള മനുഷ്യരുണ്ട്, അവരുടെ കീഴെ പോയിട്ട് ഇങ്ങനെ യാചിച്ച് നിൽക്കണം. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ആളുകളായിട്ട് കോൺടാക്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഇഷ്ടമാണ്, എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന പലരെയും അവർക്ക് വിഷമായാലും കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് തെറ്റാണ്. എന്നിലേക്കല്ല അവർ വരേണ്ടത്. ഇപ്പോൾ മെൻ്റൽ കൗൺസിലിങ്ങിൻ്റെ അതൊരു ഹെൽപ്പാണ്. അതൊരു വ്യക്തിക്ക് നമ്മൾ അവരുടെ വ്യക്തിപരമായി കണ്ടിട്ട് തെറാപ്പികളും സെക്ഷൻസ് വെച്ചിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആത്മീയമായൊരു വിഷയത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതല്ലാതെ അവരെ എൻ്റെ ആശ്രിതരാക്കാൻ പാടില്ല. അപ്പം ചില മനുഷ്യർക്ക് ഈ താഴെത്തട്ടിലുള്ള മനുഷ്യരിന്ന് ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ്. അവരെപ്പോഴും നമ്മളോട് ദൈവത്തെക്കുറിച്ച് ചോദിക്കണം. നമ്മൾ പറയുന്നത് മാത്രമേ അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറയും ദൈവം എങ്ങനെയാണെന്ന്, അത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ. നിങ്ങൾ വ്യക്തിപരമായൊരു ദൈവാനുഭവത്തിലേക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ കയറി നിങ്ങളൊരു ദൈവത്തെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു ശുശ്രൂഷയും ദൈവത്തിൽ നിന്നുമല്ല. ഏതൊരുവനും, ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരുവനും ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ച് അറിയണം. അതിന് മീഡിയേറ്റേഴ്സ്, ഹെൽപ്പേഴ്സ് ആണ് ആവേണ്ടത്. അതല്ലാതെ അവരതിനെ തടഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ദൈവമൊന്നും നിങ്ങളോട് സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അത്ര എത്താൻ പറ്റും, നിങ്ങളോട് എന്നോട് ചോദിക്കുകയെന്ന് പറയരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പിന്നെ ചില മനുഷ്യർ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ നല്ലവരാണ് എങ്കിൽ അവരോടുള്ള വിശ്വസ്തത കൊണ്ട് ദൈവം അവരോട് കൂടുതലായിട്ട് വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും നടത്തും. ഇനി സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിലും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവന് ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ദൈവം കാണും. ഇപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പം എൻ്റെ വിശ്വസ്തത കൊണ്ട് മാത്രമല്ല, എന്നിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ കണ്ട്, നിസ്സഹായത കണ്ടും ദൈവം നന്മ പ്രവർത്തിക്കും. അപ്പോൾ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. നിങ്ങളെ തകർത്ത് കളയാനോ പറച്ചു കളയാനോ ഒന്നുമുള്ള ആളല്ല ദൈവം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ആളാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പറഞ്ഞു, എല്ലാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നിന്നും മനുഷ്യരൂപം സ്വീകരിച്ച ഭൂമിയിൽ വരുന്ന നമ്മൾ ദൈവാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നയിക്കണം ആണ് നമ്മുടെ. ഭൂമിയിലായിരിക്കുമ്പോൾ ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ ശത്രുക്കളുടെ പ്രശ്നങ്ങൾ, ദുഷ്ടരമായ നമ്മളോട് പെരുമാറുന്ന രീതി, പാപം നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെ പലതിനോട് നമുക്ക് പൊരുതേണ്ടി വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവമാണ് മനുഷ്യരിലൂടെ
ദൈവിക ജ്ഞാനം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പിശാചിനെ പേടിയാ, നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ പിശാച് എന്ന് വരിക. അപ്പം ഞാൻ പറയുന്നത് പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല, കർത്താവായ ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും ദൈവത്തിലേക്ക് പോകാനും ഒക്കെ ആയിട്ട് സാധിക്കും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിന് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവം എല്ലാവരെയും കാണുകയുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ട് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതായത് ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഭൂമിയിൽ ശ്രമിക്കുക. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള ധൈര്യമായിട്ടാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ കാണേണ്ടത്. അതല്ലാതെ ഇത് മറ്റുള്ള വ്യക്തികളെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അതൊന്നുമല്ല. അപ്പം ഭയം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാക്കുക, ഭയപ്പെടുത്തുക, അപകടങ്ങൾ വരുന്നത് ഭയപ്പെടുത്തുക, അതൊന്നും ദൈവത്തിൽ നിന്നുമല്ല. അത്തരമൊരു അനുഭവമൊന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവം ധൈര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതല്ലാതെ ഒരു സെക്ഷനിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമുള്ളതല്ല. ഇത് ഏത് കുടിലിൽ കിടക്കുന്ന മനുഷ്യനും ദൈവത്തിലേക്ക് പോകാൻ പറ്റും. അത് ഈ നല്ല ഉടുപ്പ് ധരിച്ചിരിക്കുന്നവന് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. പിന്നെ ഈ ദൈവത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ഈ ദൈവം നമ്മുടെ ശക്തിയാണ്. ദൈവത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പാപിയാണെങ്കിലും ദൈവം നമ്മൾ ഉപേക്ഷിച്ച് പോലെ നമ്മളാണ് ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വിശ്വാസ ജീവിതം തകരാനോ തളരാനോ അനുവദിക്കരുത്. ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവം നിങ്ങളെ നയിക്കും. അമിതമായ ഭക്തിയിലേക്ക് പോകണമെന്നില്ല. നമ്മുടെ ജീവിതം തരുന്ന കുരിശുകളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടാൽ മതി. ഇനി ദൈവം അങ്ങനെ ഒരു പ്രത്യേക വിളിയിലേക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ തടഞ്ഞാലും നിങ്ങൾ അതിലേക്ക് പോകേണ്ടി വരും. അവിടെ ദൈവം തന്നെ നിങ്ങളെ താങ്ങുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവഭക്തിയുടെ പേരിൽ നടക്കുന്ന മോശം കാര്യങ്ങളോ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളോ നിങ്ങളുടെ ദൈവവിശ്വാസത്തെ തകർത്ത് കളയരുത്. ദൈവം മാത്രമാണ് പരിപൂർണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ഇനി അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുവാണെങ്കിൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുക, അതുപോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ പരസ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.